എൻട്രി ലെവലിൽ ഡിപ്ലോമ ബിടെക്കുകാർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോബ് തന്നെയാണ് വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയും. നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ തൊട്ട് താഴെ വരുന്ന സബ് എഞ്ചിനീയർ പോസ്റ്റാണ് ഈ ഒരു ഓവർസിയർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 എന്ന് പറയുന്ന പോസ്റ്റ്. സോ നമുക്ക് നമ്മുടെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നമ്മൾ ഗ്രേഡ് 2 എക്സാം എഴുതി, അതുപോലെ തന്നെ ഗ്രേഡ് 3 എക്സാം എഴുതി, എക്സാം നമുക്ക് സെപ്റ്റംബറിൽ വരാൻ പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഗ്രേഡ് നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതൊക്കെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ആദ്യം എല്ലാവരും ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഉള്ളിൽ വരുന്ന ചോദ്യം എന്താണ്? എത്ര രൂപ ശമ്പളമായിട്ട് കിട്ടും, അല്ലെ സാലറി എത്രയായിരിക്കും? അതെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1 ആയിട്ട് കയറുന്ന ഒരാൾക്ക് കയ്യിൽ കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയാണ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പേ സ്കെയിൽ അറിയാൻ സാധിക്കും. അപ്പം ബേസിക് പേ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിരിക്കും. സോ നമുക്ക് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1ൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 36,500 to 89,000 ആണ്. അതായത് ബേസിക് പേ ആണ്, ബേസിക് പേയുടെ റേഞ്ച് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. 36,500 to 89,000 വാട്ടർ അതോറിറ്റി ആണ്. വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് 1 ആണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പേ സ്കെയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്താണ്? എൻട്രി ലെവൽ നമുക്ക് ഓവർസിയർ ഗ്രേഡ് 1 ആയിട്ട് കയറുന്ന ആൾക്ക് കിട്ടാവുന്ന ബേസിക് പേ ആണ് 36,500 എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പേ ബാൻഡാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് കയറുന്ന ആൾക്ക് കിട്ടാവുന്ന ബേസിക് സാലറി ആണ് 36,500 to 89,000. അതിൽ ആദ്യം നമുക്ക് ബേസിക് പേ എന്ന് പറയുന്നത് 36,500 ആയിരിക്കും. പക്ഷേ ഇതല്ല നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി. നമുക്ക് വേറെ ആഡ് ഓൺസും ഡിഡക്ഷൻസും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന, അതായത് ഏർണിങ്സ്, ഗ്രോസ് ഏർണിങ്സ് എത്രയായിരിക്കും എന്നുള്ള ബ്രേക്ക് ഡൗൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ബേസിക് പേ ആയിട്ട് കിട്ടുന്ന 36,500 ആണ്. 36,500-നകത്ത് നമുക്ക് ബേസിക് പേ 36,500-ൻ്റെ കൂടെ കുറച്ച് അലവൻസസും കൂടെ ആഡഡ് ആണ്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ DA ആണ്, ഡിയർനെസ് അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസ് ഇപ്പം നമുക്ക് കൂട്ടിയിട്ടുണ്ട്. പണ്ട് 25% ആയിരുന്നത് ഇപ്പം ഗവൺമെൻറ് ഏപ്രിൽ മാസം തൊട്ട് 35% ഓഫ് ബേസിക് പേ ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് 36,500-ൻ്റെ 35%-മായി 12,775 റുപ്പീസാണ് ഡിയർനെസ് അലവൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ അലവൻസ്. രണ്ടാമത്തെ ഹൗസ് റെൻറ്റ് അലവൻസ് അഥവാ HRA എന്ന് പറയും. അത് നമുക്ക് ഏത് സ്ഥലത്താണ് പോസ്റ്റിംഗ് കിട്ടുന്നത് അതനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പം നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 6%, കോർപ്പറേഷൻ ആണെങ്കിൽ 10%, പഞ്ചായത്താണെങ്കിൽ 4%. അതായത് ബേസിക് പേയുടെ 4% ആയിരിക്കും പഞ്ചായത്താണെങ്കിൽ, കോർപ്പറേഷൻ ആണെങ്കിൽ 10%, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 6%. ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും ഹൗസ് റെൻറ്റ് അലവൻസ്, അതായത് വീട്ടു വാടകയ്ക്കുള്ള പൈസയാണത്. അപ്പം HRA എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും മിനിമം ഇട്ടിട്ടാണ്. അതായത് ബേസിക് പേയുടെ 4% പഞ്ചായത്തിലാണ് പോസ്റ്റിംഗ് കിട്ടുന്നതെങ്കിൽ എന്നുള്ള രീതിയിലാണ്. ഇനി നിങ്ങൾക്ക് അതല്ല, മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ 6%, ഇനി കോർപ്പറേഷനിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് 10%. അതായത് ബേസിക് പേയുടെ 10% 3,650 രൂപയാണ് HRA ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇവിടെ ഞാൻ 1,460 ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മിനിമം ഇട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത നിങ്ങൾക്ക് കൺവെയൻസ് ചാർജ് ആയിട്ട് ഒരു 160 എന്നുള്ളത് വേരി ചെയ്യും. അതും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാനൊരു എറൗണ്ട് എമൗണ്ട് ആണ് ഇട്ടിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സൈറ്റിലൊക്കെ പോകാനുള്ള കൺവെയൻസ് ചാർജ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കിട്ടും. അതിവിടെ 160 ആയിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത് തേർഡ് ഗ്രേഡ് ലെവലിലാണ് 160 ഒക്കെ കിട്ടുന്നത്. ഫസ്റ്റ് ഗ്രേഡ് ലെവലിൽ കുറച്ചുകൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ടോട്ടൽ ഏർണിങ്സ് നമുക്ക് കിട്ടുക 50,735 രൂപയാണ്. അതായത് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് 50,735 ആണ്. എങ്കിൽ പോലും ഈ 50,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. നമുക്കിതിൽ എന്തുണ്ടാവും? ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും. സോ നമുക്ക് ഡിഡക്ഷൻസ് നോക്കാം. ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. PF ആയിട്ടും നമ്മുടെ പെൻഷൻ സ്കീമിലേക്കും, NPS അഥവാ നാഷണൽ പെൻഷൻ സ്കീം, അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ്, അതിനൊക്കെ വേണ്ടി പോകുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് PF ആണ്. PF 1000 രൂപയാണ്. അത് ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപ മാറ്റി വെക്കാം. നിങ്ങൾക്ക് പിരിയുന്ന സമയത്ത് പൈസയായിട്ട് കിട്ടും. രണ്ടാമത്തേത് നാഷണൽ പെൻഷൻ സ്കീമാണ്. അതിലേക്കുള്ള പൈസ എന്ന് പറഞ്ഞാൽ ബേസിക് പേയുടെയും ഡിയർനെസ് അലവൻസിൻ്റെയും സം എടുത്ത് 10% ആയി. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ബേസിക് പേ എന്ന് പറയുന്നത് 36,500 ആണ്. അതിൻ്റെ പ്ലസ് നമ്മുടെ DA 12,775, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇതിൻ്റെ 10%-ആണ് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. സോ നമുക്കിവിടെ കിട്ടുക 4,927 റുപ്പീസാണ്. NPSലേക്ക് പോവാം. പിന്നെ ഗ്രൂപ്പ് ഇൻഷുറൻസ് 800 രൂപ, ജീവൻ രക്ഷ 1000 രൂപ, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് SLI എന്ന് പറയും. അതും നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. 1000 രൂപ തൊട്ട് ഇടുന്നവരുണ്ട്. ചിലർ 2000 ഒക്കെ ഇടും. അത് ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ഒരു ചോയ്സ് അനുസരിച്ച് ഇടാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ എടുക്കുന്ന ടോട്ടൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ 8,727 രൂപയാണ്. ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ഇവിടെ ഈ 10% ഓഫ് ബേസിക് പ്ലസ് DA മാത്രമാണ് ഫിക്സഡ് ആയിട്ടുള്ളത്. ബാക്കി PF-ഉം പിന്നെ അതുപോലെ തന്നെ SLI ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുന്നതാണ്.
പക്ഷേ അതിനകത്ത് 1000 ഇടുന്നവരുണ്ടാവും, PF-ന് 2000 രൂപ ഇടുന്നവരുണ്ടാവും. അങ്ങനെ ഓരോ ഇഷ്ടമുള്ള പൈസ നമുക്ക് ഇടാൻ പറ്റുന്നു. പക്ഷേ ഇവിടെ ഞാൻ മിനിമം ഇട്ടിട്ടാണ് ഡിഡക്ഷൻസ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാം ഡിഡക്ഷൻസ് മിനിമം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ HRA മിനിമം ഇട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇതിൽ വേരിയേഷൻ ഉണ്ടാവും. ഇതായിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, ഏകദേശം റേഞ്ചാണ് സാലറിയുടെ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഡിഡക്ഷൻസ് വരാം. 8727 റുപ്പീസാണ് നമുക്ക് ഡിഡക്ഷൻസ് വരാം. ഇനി അടുത്ത നമുക്ക് നെറ്റ് സാലറിയാണ്. അതായത് ഗ്രോസ് ഏർണിങ്സ് നമുക്ക് 50,735 രൂപ കിട്ടിയതിൽ 8,727 രൂപ ഡിഡക്ഷൻസ് ഇടും. അതായത് നമ്മുടെ ടോട്ടൽ ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA പ്ലസ് കൺവെൻസ് ചാർജസ് എടുക്കുമ്പോഴാണ് നമുക്ക് മൊത്തം 50,735 ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുന്നത്. അതിൽ നിന്ന് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് PF, നാഷണൽ പെൻഷൻ സ്കീം, ഇൻഷുറൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഡക്ട് ചെയ്ത് 8727 റുപ്പീസ് ഡിഡക്ട് ചെയ്ത് മാറ്റുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന ഗ്രോസ് സാലറി അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടാവുന്ന ഏകദേശം ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് 42,007 ആണ്. അതായത് ഏകദേശം 42,000 രൂപയുടെ നമ്മുടെ കയ്യിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫസ്റ്റ് ഗ്രേഡ് ഓഫീസറായിട്ട് കയറുവാണെങ്കിൽ 42,000 രൂപ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ സാലറി ആയിട്ട് കിട്ടും. ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സർവീസിൽ ചെറിയ പ്രായത്തിലൊക്കെ കയറുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എൻട്രി ലെവലിലൊക്കെ നിങ്ങൾ അതായത് പരീക്ഷ എഴുതി അപ്പം തന്നെ, അതായത് നമ്മുടെ റിസൾട്ട് വന്ന് BTech റിസൾട്ട് വന്ന് ഉടനെ തന്നെ ഒരു എൻട്രി ലെവലിൽ കിട്ടാവുന്ന ജോബിൽ നല്ലൊരു ജോബാണ്. ബിക്കോസ് 42,000 ആദ്യം തന്നെ സാലറി കിട്ടും. ഓരോ വർഷം അതിൻ്റെ ഇൻക്രിമെൻ്റ് ഉണ്ടാവും. സോ നല്ലൊരു തുക നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക, ഫസ്റ്റ് ഗ്രേഡ് ഓഫീസർ നമുക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് ചില്ലറക്കാരനല്ല. അത്യാവശ്യം എൻട്രി ലെവലിൽ തന്നെ നല്ല രീതിയിലൊരു സാലറി നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. 42,000 എന്ന് പറഞ്ഞാൽ എൻട്രി ലെവലിൽ കിട്ടുന്നത്. നിങ്ങളത് ആലോചിക്കുന്നുണ്ട്, വർഷങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. നമുക്ക് നമ്മുടെ അതായത് പേ സ്കെയിലിൽ വ്യത്യാസം വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടും ഓഫ് കോഴ്സ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ അതോറിറ്റി ഓഫീസർ ഗ്രേഡ് 1 എന്ന് പറയുന്ന അവസരം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും പഠിച്ച് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. സിവിൽ, മെക്കാനിക്കൽ, ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പഠിക്കാനായിട്ട് നിങ്ങൾക്ക് 2 ബ്രാഞ്ചസാണ് പഠിക്കാനുള്ളത്. പരീക്ഷയുടെ ഒരു ഘടന ഞാൻ ഓൾറെഡി സിലബസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കഴിഞ്ഞ പരീക്ഷയുടെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ 50 മാർക്ക് മെക്കാനിക്കലും 50 മാർക്ക് സിവിലുമാണ് നമുക്ക് വെയിറ്റേജ് ഉള്ളത്. സോ സിവിൽ ഉദ്യോഗാർത്ഥികൾ മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾ സിവിലും പഠിക്കേണ്ട ആവശ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അത്രത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിന് മുകളിൽ എത്താനായിട്ട് സാധിക്കും. സോ എൻട്രിയിൽ നമുക്ക് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് 1 സ്പെഷ്യൽ ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ കോഴ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ സ്ക്രോൾ ചെയ്ത നമ്പറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ LSTD അസിസ്റ്റന്റ് എഞ്ചിനീയർ റിസൾട്ട് വന്നതിൽ നമുക്ക് 50ഓളം ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. സോ അതിലൊരാളാവാൻ നിങ്ങൾക്കും ഇന്ന് തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം എൻട്രിയോടൊപ്പം. സോ എൻട്രിയുടെ മികച്ച ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. സിവിൽ, മെക്കാനിക്കൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളെ ഗൈഡ് ചെയ്യുക നിങ്ങളെ എക്സാമിലേക്ക്. സോ ഓവർസിയർ ഗ്രേഡ് 1 ആയി നിങ്ങൾ എൻട്രി ലെവലിൽ കയറുമ്പോൾ കിട്ടുന്ന സാലറി മനസ്സിൽ വെച്ചിട്ട് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാക്കി അതെടുക്കുക. ഇതൊരിക്കലും നമ്മൾ ഒരു പോസ്റ്റിനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു തരുന്ന വീഡിയോ അല്ല. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഒരു ഫൈനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആവുന്ന പൊസിഷനിലേക്ക് എത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് മാറുന്ന ഒരു മോട്ടിവേഷൻ രീതിയിലുള്ള വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ വന്നിട്ടുള്ള ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റിലെ സാലറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.